ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ താഷ്കണ്ടിലെ ഡേ 2 ആണ്. നമ്മളിന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് സിറ്റി ടൂറെല്ലാം എക്സ്പ്ലോർ ചെയ്തു. മെയിൻ സിറ്റി, ഇവിടുത്തെ ക്രിസ്മസ് അട്രാക്ഷൻ, ന്യൂ ഇയർ അട്രാക്ഷൻ എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ പോകാൻ പോണത് അമിർസോയ് എന്നുള്ളൊരു മൗണ്ടെയിൻ ഏരിയയിലാണ്. അവിടെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് നമുക്ക് അമിർസോയിലേക്ക്. ഏകദേശം ഒരു 1.5 അവർ എടുത്ത് നമുക്ക് ട്രെയിൻ ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് മൊത്തത്തിൽ. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും തൊപ്പിയും തൂറിയിട്ട പോലത്തെ റെയിൽവേ സ്റ്റേഷനല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിനെ കുറിച്ച് ഞങ്ങളിവിടെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ്, കംഫോർട്ട് സോൺ, അതുപോലെ പ്രൈവറ്റ് റൂം എല്ലാം ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്, അത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഏകദേശം നാട്ടിലൊക്കെ പോകുമ്പോൾ ഡ്യൂട്ടി ഫ്രീയിലുള്ള പോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്ത് വേണം, എല്ലാ ടൈപ്പ് കുപ്പിയും എല്ലാ ടൈപ്പ് സംഭവങ്ങളും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി ഇതാണ്. നമ്മുടെ ഗ്രാൻഡ്സ് ബിസ്ക്കറ്റ് റേറ്റ് കണ്ടോ, 4,48,000 രൂപയാണ് ഗ്രാൻഡ് ബിസ്ക്കറ്റ് റേറ്റ്. അതുപോലെ തന്നെ ഓരോരോ ഡിവാർഡ്സ് ഉണ്ട്, ജാക്ക് ഡാനിയൽസ് ഉണ്ട്. മില്യൺസ് റേറ്റിലാണ് മത്തി വെക്കണേ. ഇവിടെ മില്യൺസിന്റെ കളി മാത്രം. 1.5 മില്യൺ ഗ്ലെൻഫിച്ച്, 1.5 മില്യൺ. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ ഒരു ഐഡിയൽ റെയിൽവേ സ്റ്റേഷനായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. കണ്ട, കോഫി ഷോപ്പ്, ബേക്കറി, അതുപോലെ തന്നെ ഒരു ബേസിക് നെസസിറ്റി എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ താമസ സൗകര്യമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഹോട്ടൽസ് ഉണ്ട്. ഇവിടെ തന്നെ എല്ലാ ബേസിക് ആയിട്ടുള്ളൊരു നെസസിറ്റീസ് എല്ലാം കവർ ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇവരുടെ അടുത്ത സിറ്റിയായ താഷ്കണ്ടിലേക്ക് ട്രെയിൻ ഉണ്ട്, 4 അവർ ജേർണി. അതുമാത്രമല്ല, കംഫോർട്ടാണ് ഇവിടുത്തെ. ലൈക്ക് നമ്മുടെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ തന്നെ, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും നല്ല എന്താ പറയുക, നല്ല കമ്പാർട്ട്മെൻറ്റ്സും, നമുക്ക് ഫുൾ കിടന്നു പോകാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. നാട്ടിലെ ട്രെയിൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും ഫെസിലിറ്റീസാണ് ഇവിടെ. നമുക്ക് സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം കാണാം. നമുക്ക് വന്നൊഴിക്ക് 2-3 സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ എയർപോർട്ടിലുള്ള പോലെ തന്നെ ബാഗ് വെച്ചിട്ട് നമ്മുടെ ബെൽറ്റ്, ഫോൺ എല്ലാം അയച്ചു വെച്ചിട്ട് നമുക്ക് നോർമലി സെക്യൂരിറ്റി ചെക്ക് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ സമയങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോണ ഇതാണ്, ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇതിന് എങ്ങനെ കയറും എന്നും നമുക്കറിയില്ല. നമ്മൾ മറ്റു വീഡിയോകളും പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. അമിർസോയ് ഞങ്ങൾ പോണ സ്ഥലത്തേക്കുള്ള ട്രെയിൻ വന്നത് ആ ട്രെയിനാണ്. ആ കിടക്കുന്ന ട്രെയിനാണ് നമ്മൾ പോണ ട്രെയിൻ. അതുകൊണ്ട് നമ്മൾ ടണലിൽ വേണം പോകാനായിട്ട്, ടണൽ നമ്പർ 5. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ തോന്നിയ വേറൊരു കാര്യം, ഇവരുടെ ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ ഇവരുടെ ഒരു ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഇന്ത്യൻസിനോടുള്ള അപ്രോച്ച് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണത്. സോ നമുക്ക് ട്രെയിനിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾ ട്രെയിനിൽ പോയിട്ട് കാണാം. ലെറ്റ്സ് സീ ഗൈസ്. കാണലുണ്ടോ? ഇവിടെ നമ്മൾ ചലഞ്ച് ചെയ്യണ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലാംഗ്വേജ് എല്ലാം ഉണ്ടാകും. നമുക്ക് ലാംഗ്വേജിൽ, അതായത് ഈ വെച്ചേക്കണ സൈൻ ബോർഡ്സ്, ബോർഡിങ്സ്, അതെല്ലാം ഇവരുടെ ലാംഗ്വേജിലാണ് എഴുതിയേക്കണം. റഷ്യൻസ് ആൻഡ് ഇവരുടെ ലാംഗ്വേജിലാണ് എഴുതിയേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് നമുക്ക് നന്നായിട്ടുണ്ട്. നമുക്കറിയില്ലല്ലോ തെക്കോട്ട് പോകണോ, വടക്കോട്ട് പോകണോ, കിഴക്കോട്ട് പോകണോ, ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞു തരാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പല കൺട്രീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളുടെ തന്നെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ തന്നെ ഫൈൻഡ് ചെയ്ത് പോകാനുള്ള ഒരു ഇതാണ് നമ്മൾ മാക്സിമം നോക്കാറ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനലി പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിയിട്ട് ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ചിക്കൻ യെസ് ചിക്കൻ പാപ്പനല്ലോ. ഹായ് ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ ട്രെയിൻ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. നമ്മളടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 5 പോകാൻ പറഞ്ഞു. പക്ഷെ പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാളും കൂടും കൂടെ കുടുക്കി ഒന്നുമില്ല.
അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ എന്തൊക്കെയോ വേറെ ഭാഷയിൽ പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് ഞങ്ങൾ തന്നെ ഫൈനലി ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇതാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ ടു ഹെജിക്കൻഡ് എക്സ്പ്രസ് നമ്പർ 20 മദ്രാസ് എക്സ്പ്രസ്, കുർള എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരാണ് ഹെജിക്കൻഡ് എക്സ്പ്രസ്. അമൃത്സർ 2-3 ചിക്സുവിനുണ്ട്, അതുവഴി അതും കാണാം. അവർ വരട്ടെ. ഇവരെങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്കിൻ ടോൺ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സ്കിൻ ടോൺ ആയതുകൊണ്ടും ഇവരെന്തായാലും നമ്മളൊന്ന് സംസാരിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. ആ കണ്ട, ഭയങ്കര വെൽക്കമിങ് ആണ്, ഭയങ്കര എന്താ പറയുക. This is Hejikand Express, right? Amarsui. Yes. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം വിശേഷങ്ങളെല്ലാം കണ്ടു. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഇതിൽ നിന്ന് ഏത് സീറ്റിലിരിക്കണം, എവിടെ ഇരിക്കണം എന്നൊന്നും അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ നാട്ടിലൊരു സ്ലീപ്പർ കോച്ച്, എ സി കോച്ച്, സെക്കൻഡ് ടയർ, തേർഡ് ടയർ, 1 ടയർ എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കുമ്പോൾ സീനാവുമെന്നും അറിയാൻ പാടില്ല. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇംഗ്ലീഷും അറിയില്ല. പക്ഷെ എല്ലാവരും ചിരിച്ച് കീന്ന് കുറച്ച് വർത്താനം പറയും. ഇന്ന് നമുക്ക് കയറി നോക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് പോയി കാണാം. ട്രെയിനിൻ്റെ അകത്ത് പോകണ വീഡിയോ മഹേഷ് പകർത്തു. കയറിക്കോ. दिल्ली का Yes.